എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും മുഹൂർത്ത വിഷയങ്ങളും പഞ്ചാംഗ വിഷയങ്ങളുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇന്ന് 2025 മെയ് മാസം 27-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,357. ഇന്ന് കൊല്ലവർഷം ഇടവമാസം 13-ാം തീയതി. ഇന്നത്തെ തമിഴ് കലണ്ടർ അനുസരിച്ച് വൈകാശി മാസം 13-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 6-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ്. ഇന്നത്തെ തിഥി അമാവാസിയാണ്. അമാവാസി എന്ന് പറയുന്നത് രാവിലെ 8:34 വരെയേ ഉള്ളൂ. കാരണം അമാവാസി ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 8:34 വരെയാണ് അമാവാസി. അത് കഴിഞ്ഞാൽ പ്രഥമ തിഥിയ തുടങ്ങുകയാണ്. ഇന്ന് കരണം പാമ്പ് കരണമാണ്. ഇന്നത്തെ നിത്യയോഗം സുകർമ്മ എന്ന പേരുള്ള നിത്യയോഗമാണ്. ഇപ്പോഴത്തെ ഞാറ്റുവേല, കാർത്തിക ഞാറ്റുവേല കഴിഞ്ഞു, രോഹിണി ഞാറ്റുവേല തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് രോഹിണി ഞാറ്റുവേലയാണ്. ഇപ്പോൾ ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റും ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6:32 ഈ പറഞ്ഞിട്ടുള്ള സൂര്യോദയവും സൂര്യാസ്തമനവും തിരുവനന്തപുരം നഗരത്തിൻ്റെ കണക്കനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ ബാക്കിയുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചെറിയ വ്യത്യാസം വരാം. 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം വരാം. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 3:26 മുതൽ 4:59 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം ഉച്ചയ്ക്ക് 12:19 മുതൽ 1:52 വരെയാണ്. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയത്തെ കാലഹോര കുജൻ്റെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ബുധൻ, ഗുരു, ശുക്രൻ, ശനി എന്നിങ്ങനെ ഓരോ മണിക്കൂറിലും കാലഹോരയുടെ അധിപന്മാർ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:55 മുതൽ 12:17 വരെയും വീണ്ടും 12:21 മുതൽ 12:43 വരെയുമാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ് മധ്യാഹ്ന വർജ്യമാണ്. 12:17 മുതൽ 12:21 വരെ മധ്യാഹ്ന വർജ്യമാണ്. എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഏറ്റവും യോജിച്ച സമയമായിരിക്കും. അപ്പോൾ പഞ്ചാംഗ ദോഷങ്ങളോ ബാക്കി മുഹൂർത്ത വിഷയങ്ങളോ ബാധിക്കുന്നില്ല. അതൊന്നും നോക്കാതെ തന്നെ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ ചന്ദ്രാഷ്ടമം തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിയിൽ ജനിച്ചിട്ടുള്ള ചിത്രയുടെ അവസാനത്തെ 30 നാഴികയിലും 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം, ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇന്ന് ചന്ദ്രാഷ്ടമമാണ്. ഇങ്ങനെയുള്ളവർക്ക് ശുഭകാര്യങ്ങൾ വർജിക്കുന്നതാണ് ഇന്നത്തേക്ക് നല്ലത്. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. രാവിലെ 6:30 ഗ്രഹനിലയാണ് ഇവിടെ പറയുന്നത്. ഇടവത്തിൽ സൂര്യൻ, ബുധൻ, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ കുജൻ, ചിങ്ങത്തിൽ കേതുവും ഗുളികനും, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശുക്രനും ശനിയും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ഇനി രാശിയെപ്പറ്റി 1-2 ചെറിയ കാര്യങ്ങളൂടെ പറയാം. നമ്മുടെ 12 രാശികളിൽ ഒന്നിടവിട്ടുള്ള രാശികൾ ഓജരാശികളെന്നും ഒന്നിടവിട്ടുള്ള ബാക്കി രാശികൾ യുഗ്മരാശികളെന്നും പറയും. ഓജരാശികൾ അല്ലെങ്കിൽ പുരുഷരാശികൾ എന്ന് പറയുന്നത് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ രാശികളെയാണ് ഓജരാശികൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള രാശികൾ യുഗ്മരാശികൾ എന്ന് പറയും. യുഗ്മരാശികൾ അല്ലെങ്കിൽ സ്ത്രീരാശികൾ എന്ന് പറയും. ഈ ഓരോ രാശിക്കും ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹത്തിന് ആധിപത്യം കൊടുത്തിട്ടുണ്ട്. മേടത്തിനും വൃശ്ചികത്തിനും കുജനാണ് അധിപതി. ഇടവത്തിനും തുലാം രാശിക്കും ശുക്രനാണ് അധിപതി. മിഥുനം, കന്നി
ഈ രാശികളുടെ ആധിപത്യം ബുധനാണ്. കർക്കിടകത്തിൻ്റെ ആധിപത്യം ചന്ദ്രനും ചിങ്ങത്തിൻ്റെ ആധിപത്യം സൂര്യനുമാണ്. അതിനുശേഷം മകരം, കുംഭം ഈ രാശികളുടെ ആധിപത്യം ശനിക്കാണ്. ധനുവിൻ്റെയും മീനത്തിൻ്റെയും ആധിപത്യം വ്യാഴത്തിനാണ്. ഇങ്ങനെ ഈ 12 രാശികളും ഓരോ ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രാശികളെ സ്വക്ഷേത്രം എന്ന് പറയും. ഉദാഹരണമായിട്ട് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മീനവും ധനുവുമാണ്. ശനിയുടെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മകരവും കുംഭവുമാണ്. ഈ പ്രതിദിന പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും അത് ഈ പരിപാടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകരമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.